ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് റംസാൻ മാസം. ഈ സമയത്ത് നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഞാനൊരു മെസ്സേജ് കേൾക്കാനിടയായി ഉണ്ടായി. അതിങ്ങനെയാണ്: സ്വന്തം കണ്ണീര് കാണുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീർ കാണാൻ ശ്രമിക്കണമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഉണ്ട്. 2005 ഞാനൊരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ അഞ്ചിത്തിയുടെ കോൾ റിസീവ് ചെയ്തു. അവൾ പറഞ്ഞ എങ്ങനെയാണ്: ഒരു പെൺകുട്ടി പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പെൺകുട്ടിയായി പ്രസവിക്കും, നീ കാര്യം പറ. അപ്പോൾ പറഞ്ഞു, ചേച്ചിക്ക് പരിചയമുള്ള സ്ത്രീയല്ല. അവളുടെ സംഭവം എങ്ങനെയാണ്: അവളുടെ കൂട്ടുകാരിയുടെ വീട്ടു ജോലിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീയുടെ കൂട്ടുകാരിയാണ് ഈ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടി ഇവിടെ UAE വന്നപ്പോൾ അവൾക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ അവളുടെ കൾച്ചർ അനുസരിച്ച് സിംഗിൾ പാരൻറ്റ് കൺസെപ്റ്റ് അവിടെ അംഗീകരിച്ചിട്ടുള്ളതാണ്. കല്യാണം കഴിക്കാതെയും കുട്ടികളാവാം, വലിയ കുറ്റമൊന്നുമല്ല അത്. അങ്ങനെ അവനിൽ നിന്ന് അവൾ പ്രഗ്നൻ്റായി. അപ്പോൾ അവൻ ആസ് യൂഷ്വൽ അവൻ പറഞ്ഞു കല്യാണം കഴിക്കാം. അങ്ങനെ വെച്ച് നീട്ടി 8 മാസം കഴിഞ്ഞപ്പോൾ അവൻ ഈ നാട് വിട്ടുപോയി. ഈ സംഭവം കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്: നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഈ പറ്റിക്കണവരുള്ളത്, മറ്റു രാജ്യങ്ങളിലും ഉണ്ടെന്നുള്ളത്. അങ്ങനെ 9ാമത്തെ മാസമായല്ലോ, ഇനി അവൾക്ക് UAE പുറത്ത് പോകാൻ പറ്റില്ല, കാരണം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടെയുള്ള ഈ 2 സ്ത്രീകൾ അവളോട് പറഞ്ഞു, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഇവിടെ തന്നെ ആവാം പ്രസവം. പക്ഷേ പ്രസവം എവിടെ? വീട്ടിൽ തന്നെ. ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വേണം, മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, അതില്ലല്ലോ. അങ്ങനെ ലേബർ പെയിൻ വന്നു, ഇവരുടെ കൈ വിട്ടുപോയി. ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എമർജൻസിയിൽ കേസ് എടുത്തു. ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിച്ചില്ല, എമർജൻസി അല്ലേ. കേസ് എടുത്തു. ഈ 2 സ്ത്രീകളും, കൂട്ടുകാരികളായ 2 സ്ത്രീകളും മുങ്ങി മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇത് UAE നിയമം അനുസരിച്ച് കല്യാണം കഴിക്കാതെ പ്രസവിക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ്, അതായത് പോലീസ് കേസാണത്. അങ്ങനെ ഈ ഇൻസിഡൻറ്റ് ഞാൻ കേട്ടു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ അഹല്യ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് കാണുമ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുമോ, ദൈവമേ പാവ സ്ത്രീ എന്തായിരിക്കും ചെയ്യണേന്നൊക്കെ. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്ന് ലഞ്ച് മേടിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ നടന്നു അഹല്യ ഹോസ്പിറ്റലിലേക്ക്. ഒന്നും ചിന്തിച്ചില്ല, എന്തായാലും പോയി ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നു, ഗൈനക്കോളജിസ്റ്റിനെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവൾ എന്തോ പ്രശ്നമുണ്ട്, അവൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തേ മതിയാവൂ, അവൾ എങ്ങനെയെങ്കിലും എന്നെ ഇതിന്ന് ഈ രാജ്യത്തു നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ കരയണേന്ന് പറഞ്ഞു. ഞാൻ അവളെ ചെന്ന് കണ്ടു. അവൾ എന്നോട് പറഞ്ഞു ഇത് തന്നെ: എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കും, എനിക്ക് പറ്റില്ല. കാരണം അവൾക്ക് അതൊരു തെറ്റല്ല. ഒരു കുട്ടി ഉണ്ടാവുക, കല്യാണം കഴിയാതെ കുട്ടി ഉണ്ടാവുക എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. അങ്ങനെ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ഇടയ്ക്ക് വിളിച്ചത് തന്നെ: എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഫോൺസ് ഇത്ര വലിയ കാര്യം ചെയ്ത് ഇവളെ ജയിലിലേക്ക് വിടാനായിരുന്നു എന്ന്. നിങ്ങൾ കേട്ടിട്ട് തന്നെ തീരുമാനിക്കും, ജയിലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. അങ്ങനെ ഞാൻ അവളെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഇവിടുത്തെ നിയമം ഇതാണ്: ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അവളുടെ കുട്ടിക്ക് പാസ്പോർട്ടില്ല, അവിടുന്ന് പോകാൻ പറ്റില്ല, കേസ് രജിസ്റ്റർ ചെയ്യാതെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അവസാനം അവൾ സമ്മതിച്ചു. അവളങ്ങനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവളെ 3 കോളുകൾ അതിനുശേഷം ഞാൻ അവളിൽ നിന്ന് റിസീവ് ചെയ്തു. ഒന്ന്, അവൾ പറഞ്ഞത് അവൾ ഷാർജ എമിറേറ്റ്സിലാണ്, ഞങ്ങൾ അബുദാബിയിലാണ്, ഷാർജ എമിറേറ്റ്സിൽ അവിടുത്തെ ജയിലിലാണ് അവളെന്ന് പറഞ്ഞു. 2, അവൾ പറഞ്ഞു അവൾക്ക് കുട്ടി ഭയങ്കര കരച്ചില്ല, പാലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊടുക്കുന്ന ഫുഡ് പോരായികാന്ന്. അപ്പം എൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടായിരുന്നു ഷാർജയിൽ. അപ്പോൾ ആളുടെ കയ്യിൽ മിൽക്ക് പൗഡർ കൊടുത്തു വിടാൻ പറ്റി. 3ാമത് വിളിച്ചിട്ട് അവൾ പറഞ്ഞു, ഇവിടെ ഗസ്റ്റുകളെയൊക്കെ സമ്മതിക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഒരു കല്യാണം കഴിക്കാതെ പ്രസവിച്ച ഒരു സ്ത്രീയോടുള്ള ആറ്റിറ്റ്യൂഡ് മലയാളികളുടെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇന്ത്യക്കാരുടെ മൊത്തം എന്തായിട്ടാണെന്ന് അറിയാം. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞു നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു, നിനക്ക് ഇന്ന് പോകണോ, അത് എന്നാ പോകണ്ടേ, പറഞ്ഞാൽ മതി, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീക്കെൻഡിൽ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ അവളെ കണ്ടു. കുട്ടി അവളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ശിക്ഷ എന്ന് പറയുന്നത് 150 അടിയാണ്. അപ്പോൾ ഈ 150 അടി കണ്ടിന്യൂസ് അല്ല, അത് കുറച്ച് ഇത് കൊടുക്കും, ഹീൽ ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കും. 10-15 അടി കണ്ട് ഒരുമിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഹീൽ ചെയ്യാൻ സമയം കൊടുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം അതിനെടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, പണിഷ്മെൻറ്റ് കഴിയുമ്പോൾ എനിക്ക് ഈ രാജ്യത്തു നിന്ന് പോകാം, പക്ഷേ ആരെങ്കിലും ടിക്കറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിളിക്ക്. അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് ആ രാജ്യത്തേക്ക് 2 പേർക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു അവളോട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ വിളിച്ചു. അപ്പോൾ ഞാനിന്ന് ടെക്നിപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത്. എനിക്കറിയാവുന്ന എല്ലാ സ്റ്റാഫിനോടും ഞാൻ പറഞ്ഞു. അവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി അവളെയും അവളുടെ കുഞ്ഞിനെയും ഈ രാജ്യത്തുനിന്ന് രക്ഷപ്പെടുത്തി. അവിടെ ചെന്നു, അവൾ വിളിച്ച് സുഖമായി എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണേ, ഒരു
പരിചയമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലും എനിക്കുണ്ടായിരുന്നു ഒരു റോള് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ റോള് ഭംഗിയായി ചെയ്തപ്പോൾ എല്ലാവരും അതിനോട് സഹകരിച്ചു. അതുപോലെ നമുക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന ചില റോളുകൾ നമ്മളെ തേടി വരാറുണ്ട് ജീവിതത്തിൽ. പക്ഷെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ട്രൈ പോലും ചെയ്യാതെ നമ്മൾ തള്ളിക്കളയുമോ ഒന്ന് ആലോചിക്കുക. എത്രയോ ജീവിതങ്ങളായിരിക്കും അതുകൊണ്ട് വഴിമുട്ടണേന്ന്. അപ്പോൾ വീണ്ടും കാണാം.